ഇതൊന്നും എന്റെ തങ്കത്തിന്റെ ചുണ്ടേ മുട്ടിച്ചിങ്ങിത്താ, അപ്പൊ ഇവൻ അമൃതാവും. ഹലോ ചാക്കു? യെസ്. ആ വാസു, അളിയ എന്തായി? വാസുവാ കേർത്തി. ആ അയ്യോ അത് പറ്റില്ല. കുഞ്ഞാപ്പൻ ചേട്ടന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങനെ ആരാ? லுக், பணம் வரலன்னா ஒண்ணும் நடக்காது. കേർത്തി, കുറച്ച് ദിവസത്തെ കൂടെ അവധി വേണം. நான் சொல்ல வேண்டியதை சொல்லிட்டேன், அவ்வளவுதான். பெரிய வாஸ்கோ கம்பெனி சொன்ன வார்த்தையை காப்பாற்ற முடியல. അല്ല കേർത്തി, അവിടെ ചില പ്രശ്നങ്ങൾ. பிரச்சனை ஒண்ணும் இல்ல. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லி இங்கே மெட்ராஸ்லயே வாங்கி தரேன். எவ்வளவு வேணும் சொல்லு. എവ്വളോന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന്. ஓகே, அப்படின்னா நாளை காலையில. ஓகே ഓക്കെ. വാസുവിനോടൊന്ന് ചോദിക്കാതെ. ഓ വാസു, ചാക്കോ മുതലാളി വാസ്കോയിലെ പാർട്ട്ണർ അല്ലേ? ഇട്ടോളൂ. கரெக்டா 15 முதல் செக் போடுவேன் நான். என்ன கோபிலால், டோன்ட் வரி, உங்க செக் எல்லாம் கரெக்டா பாஸ் ആയിடும். ആന്റി ഐ ആം റെഡി, പോകാം. എങ്ങോട്ടാ മോളെ? ഞാൻ ഡേസിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ആ, എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് അവളെ ഹോസ്റ്റലിലാക്കിയേക്കണം. വരൂ. ഡേസി പോയി സ്വിം ചെയ്തോളൂ. ആരിത്? പീതാംബരൻ. വാസുവിനെ ഇനി വിളിക്കാൻ സ്ഥലമില്ല. എന്താ? ശ്രീദേവിക്ക് ചെറിയൊരു അസുഖം. പേടിക്കാനൊന്നുമില്ല. ഗർഭം ആയിട്ടാ ചില സ്ത്രീകൾക്ക് ഉണ്ടാവുമാക്കും ഛർദി. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. നിക്ക്, ഡോക്ടറുണ്ട് മുറിയില്. ഛർദിച്ച് ക്ഷീണം കൂടിയപ്പോ ചെറിയൊരു ബോധക്കേട്. നമ്മുടെ ഭാഗ്യത്തേക്ക് ഡോക്ടർ രാജലക്ഷ്മിയെ കിടച്ചുട്ടാ. നിൽക്കൂ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്, മയക്കം തെളിയട്ടെ. മിസ്റ്റർ വാസു ഒന്ന് വരൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നത് മയക്കുമരുന്ന് അധികമായി കഴിച്ചതുകൊണ്ടാണ്. ഞാൻ എത്താൻ വൈകിയിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടപ്പെടുമായിരുന്നു. ഡോക്ടർ, അവർക്ക് നേരത്തെ ഗർഭചിത്രമോ അതുപോലുള്ള മറ്റു രോഗമോ? ഇല്ലല്ലോ, ഒരു രോഗവും. പിന്നെന്തിനാ അവരുടെ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി? ഭയപ്പെട്ടല്ല, ഇനി ഒന്നും മറയ്ക്കാനില്ലാത്തതുകൊണ്ട്. സത്യം, അതാണ് എനിക്കറിയേണ്ടത്. നീ എന്തിനെന്നെ ചതിച്ചു? ഞാനാ ചതിക്കപ്പെട്ടവൾ. ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ച ഞാൻ എന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴിയാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. പക്ഷേ എന്നെ നിങ്ങൾക്കറിയില്ലായിരുന്നു. ചരസും കഞ്ചാവും പുകയുന്ന ഡൽഹിയിലെ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഞാൻ എങ്ങനെയാ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്റെ കൂട്ടുകാരനെ ചതിച്ചു. രാത്രിയും പകലും ആണും പെണ്ണും ബോധമില്ലാതെ അഴിഞ്ഞാടി അവിടെ വെച്ച് ആരില്ലെന്നോ ഞാൻ ഗർഭിണിയായി. അത് അലസിപ്പിക്കുന്നതിനിടയിലാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. കൊന്നോളൂ, പലവട്ടം മരിക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. കൊല്ലൂ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഒരച്ഛനാവാനുള്ള നിങ്ങളുടെ ആഗ്രഹം എന്നെ തളർത്തി. നിങ്ങൾ എന്നെ വെറുത്തിരുന്നെങ്കിൽ തെല്ലെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു. ഞാൻ ക്രൂരമായി പെരുമാറിയിട്ടും നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹം എന്റെ കുറ്റബോധം വളർത്തി, എന്നെ വീർപ്പ് മുട്ടിച്ചു.
എനിക്ക് വീണ്ടും മയക്കുമരുന്ന് തേടി പോവേണ്ടി വന്നു. എന്നിട്ടും എനിക്ക് സമാധാനം കിട്ടിയില്ല, രക്ഷ കിട്ടിയില്ല. ശാരദേ, ഞാൻ എന്നെ അവൾ ചതിച്ചു. എന്റെ ഭാര്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭപാത്രം കീറി നീക്കി അവൾക്ക് ഒരിക്കലും പ്രസവിക്കാനാവില്ലെന്ന് അറിയാമായിരുന്നു. ഒരച്ഛനാവാൻ, ഒരു കുഞ്ഞിനെ ലാളിച്ച് വളർത്താൻ കുറിച്ച് എന്നെ എത്രയെത്ര പ്രാർത്ഥനയും വഴിപാടും കഴിപ്പിച്ചു. കുറവൻ കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ അമ്പലങ്ങൾ തോറും തെണ്ടിച്ച് തറയിലിട്ട് ഉരുട്ടിച്ച് അവളെന്നെ ഒരു കോമാളിയാക്കി. കൊല്ലുമായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം ഞാൻ അനുഭവിച്ച് തീർക്കേണ്ടവനാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്നോട് ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ എല്ലാം ഞാൻ സഹിച്ചു ശാരദേ. ഇനി എനിക്ക് വയ്യ ശാരദ. നീ എന്നോട് പുറക്കണം. മുതലാളി, ഈ നേരത്ത് നിങ്ങളെ പോലുള്ളവർക്ക് കയറി വരാൻ പറ്റിയ വീടല്ലേ ഇത്? മാധവീർത്തി, വാസു പോ. ശാരദേ, ഇത് കൊള്ളില്ല മോളെ. ഭാര്യയെ മടുക്കുമ്പോൾ അവന് കയറി വരാനുള്ളൊരു ഇടമാകരുത് ഈ വീട്. വാസുവേട്ടൻ വന്നത് ഇന്ന് അവൻ നിന്നെ തൊട്ടു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മാധവെടുത്തേ നാളെ വരുമ്പോ അവനെ ആട്ടിയിറക്കാൻ കഴിയുമോ നിനക്ക്? ഇല്ല, എനിക്ക് കഴിയില്ല. വാസുവേട്ടനോട് അവന്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാനാണോ നിന്റെ മോഹം? മാധവെടുത്തേ, മനസ്സുറപ്പില്ലാത്ത പെണ്ണിനെ ഏത് പുരുഷനും പിഴപ്പിക്കാം മോളെ. ചാത്തുണ്ണേട്ടന്റെ മോള് ആ ദുഷ്പേര് കേൾപ്പിക്കരുത്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. സാറേ, കൊച്ചമ്മ അവരുടെ വീട്ടിലേക്ക് പോയി. തിരുത്താനാകാത്ത തെറ്റുകളുടെ ഭാരവും പേറി ഇനിയും നിങ്ങളോടത്ത് കഴിയാൻ വയ്യ. നമുക്ക് പിരിയാം. എന്താ തർക്കം തീർന്നോ? ഫോറിൻ ലിക്വർ മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്റെ പേരിൽ എടുത്തു തന്നാൽ നിങ്ങൾ പറഞ്ഞ തുക ഞാൻ തരാം. ഇത് അമ്മാവുക്ക് ഓക്കെയാ? KRC கொஞ்சம் வாங்க. இதுக்காக நாம வாஸ்கோ கிட்ட இருந்து பணம் வாங்கியிருக்கோமே, இப்ப என்ன செய்யறது? பணம் வாங்கினதுக்கு ஏதாவது ரெக்கார்ட்ஸ் இருக்கா? ஆமா, பீதாம்பரத்தை நீ யாருன்னு நினைச்ச? இஸ் தி அப்காரி கிங் ஆஃப் கர்நாடகா அண்ட் கேரளா. வாஸ்கோ இஸ் நத்திங். அவங்களை இந்த நிலைமைக்கு கொண்டு வந்ததே நாம தான். ஆமா, மார்வாடி கொடுத்த முதல் செக்கே என்னாச்சு? திரும்பிடுச்சு. அந்த மார்வாடி கோபிலால் அவங்க மேல கேஸ் போட போறான். மேல இருக்கிற அந்த நாயை முதல்ல துரத்து. நமக்கு பீதாம்பரத்தை எப்படியாவது அமுக்கணும். நான் சொல்றது கனகத்துக்கு புரியுதில்ல? புரியுது.
മിസ്റ്റർ പീതാംബരം, അമ്മ ഡബിൾ ഓക്കെ. അത് അവര് പറയട്ടെ. പീതാംബരൻ, ലൈസൻസ് നിങ്ങളുടെ പേരിൽ വാങ്ങിത്തരും. പറഞ്ഞ പണം അന്ന് തന്നെ തരണം. സമ്മതിച്ചിരിക്കുന്നു. ഡേൽ. ഡീ. മുതലാളി, എന്താണ്? ഞാൻ മാധ്യമത്തിൽ പറഞ്ഞു 2 തവണ അവരോട് വന്നിരുന്നു. മുതലാളി അടിയന്തരമായിട്ട് മാധ്യമത്തേക്ക് ഒന്ന് കാണണമെന്ന്. പെട്ടെന്നായിരുന്നു, ആരെയും വിളിച്ചില്ല. വാസുവിനെ അറിയിക്കണമെന്ന് പറഞ്ഞവൾ ഞാൻ വീട്ടിൽ വന്നിരുന്നു. മദിരാശി കോടതിയിൽ നിന്നൊരു നോട്ടീസ് വന്നിരിക്കുന്നു. എന്ത് നോട്ടീസ്? ചാക്കോ മുതലാളി ഏതോ മാറുവാടിക്ക് കൊടുത്ത വാസ്കോയുടെ ചെക്ക് മടങ്ങിയെന്ന്. മൊത്തം 25 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന്. എന്ത് അനർത്ഥങ്ങളൊക്കെ അവൻ അവിടെ ഉണ്ടാക്കി വെക്കുന്നേ. നമ്മുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്തിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോർട്ട് അയച്ച നോട്ടീസാണിത്. ഹലോ, മദ്രാസിൽ ചാക്കോ എന്ന് വിളിച്ചൊരു. സാറിനെ കാണാൻ. ഒരു പുല്ലനെ എനിക്കിപ്പോ കാണണ്ട. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മിസ്റ്റർ വാസു, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? രാധാകൃഷ്ണന്റെ മരണം സംബന്ധിച്ച് ചില കാര്യങ്ങൾ. അത് എത്ര തവണ നിങ്ങളിപ്പോ ചോദിച്ചതാ? കുറ്റം തെളിയിക്കണ്ടേ? വരൂ. ഞാനങ്ങ് വരുന്നില്ല. വാസ്കോ ഉടമയെ ആ സ്ഥാപനത്തിൽ നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചില്ലേ? പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഏത് കൊലയും മറയ്ക്കാനും ഏത് ശവവും നശിപ്പിക്കാനും കഴിവുള്ള ആളാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെന്തിന് ഭയപ്പെടണം? DIG അവിടെ കാത്തിരിക്കുകയാണ്. വരൂ. ഇയാൾ ഇപ്പോൾ എവിടെ ഉണ്ട്? എനിക്കറിയില്ല സർ. രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം റസാഖ് എന്ന നിങ്ങളുടെ ഈ ജോലിക്കാരനെ അവന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് ഇവന്റെ ഉമ്മ പറയുന്നു. പൊന്നു മുതലാളി, എന്റെ മോനെ കാട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. മിണ്ടരുത്. രാധാകൃഷ്ണന്റെ മരണം ആത്മഹത്യയായാലും കൊലയായാലും നിങ്ങളൊഴികെ അതിന്റെ ഏക ദൃക്സാക്ഷിയാണ് ഈ റസാഖ്. മിസ്റ്റർ വാസു, ആ റസാഖിനെ നിങ്ങൾ ഉടൻ ഹാജരാക്കണം. ഇല്ലെങ്കിൽ രാധാകൃഷ്ണനെ കൊല ചെയ്തതിന് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും. റസാഖ്,
നീ എന്തിനിങ്ങോട്ട് വന്നു? പോലീസുകാർ എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു മുതലാളി. എന്റെ ഉമ്മയും എന്റെ ഇക്കയും. എനിക്ക് ഇനിയും ഒളിച്ചു ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ചെന്ന് പറയടാ, സ്റ്റേഷനിൽ പോയി പറ. ഞാനാണ് രാധാകൃഷ്ണൻ ചവിട്ടിയത്, നീയാണ് അവനെ ടെറസിന്റെ മുകളിൽ താഴ്ത്തിട്ടെന്നൊക്കെ. മുതലാളി, സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷിയായ നിന്നെ ഇതിനകം പൊടി പോലും കാണിക്കാതെ നശിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. മേലിൽ ഇതുപോലെ തല പുറത്ത് കാണിച്ചാൽ എനിക്കത് ചെയ്യേണ്ടി വരും. ഇല്ല മുതലാളി, ഞാൻ ഇനി പുറത്തു വരില്ല. അതാണ് സത്യം. നിന്റെ വീട്ടുകാരെ മേലിൽ പോലീസുകാർ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നെ ഗൾഫിലേക്ക് അയക്കാനും. ഒരാഴ്ച കൂടെ നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേ, എല്ലാം ശരിയാവും. നാളെ ഞാൻ മദ്രാസിലേക്ക് പോവുക, വന്നിട്ട് ബാക്കി. ചാക്കോ എവിടെ? മോളിലുണ്ട്. പറ്റിയെടുത്ത്. ഓ, ചാക്കോ, നമ്മുടെ എല്ലാം പോയടാ വാസു. ആ പരമനാര് KRC നമ്മളെ ചതിച്ചു. നീ എന്തായി പറയുന്നേ? കള്ളും പെണ്ണും തന്നെ മയക്കിയെടുത്ത് നിന്നെപ്പോലും അറിയിക്കാതെ അവരെന്നെ കൊണ്ട് ചെയ്യിച്ച കടും കൈകൾ. ബാങ്കിന്റെ കളർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി മൈസൂരും ബാംഗ്ലൂരും കൊണ്ടുപോയി എന്നെ കേസിൽപ്പെടുത്തിയത് അവനും ആ തേവിടിച്ചും കൂടെ ചേർന്നവരടാ. അവളൊരു പെണ്ണല്ല, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസി. ആര്? കനകം. എന്നെ കൊതിപ്പിച്ച് അവൾ നെയ്തെടുത്ത് 8 കാല് വലയിൽ വീഴ്ത്തി കുറേശ്ശെയായി കൊത്തി തിന്നുകയായിരുന്നു. ലിക്കർ പ്ലാന്റിന് നമ്മൾ മുടക്കിയ പണം മുഴുവൻ പോയടാ. അവരാ ലൈസൻസ് വേറെ ആൾക്ക് കൊടുത്തു. ചാക്കോ, ഞാൻ കാരണം എല്ലാം നശിച്ചു. ഇല്ലടാ, ആര് ശ്രമിച്ചാലും നമ്മുടെ വാസ്കോ തകരില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കിതെന്താ പറ്റിയത്? പറയടാ. എടാ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ, പോയെങ്കിൽ പോട്ടെ. അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. പണമല്ല വാസു, അതിനും വലുത്. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ കെട്ടിയവളെ അമ്മിണിയെ പറഞ്ഞു വിട്ടു. പിന്നെ എന്റെ മോൾക്ക്. എന്താ മോക്ക്? ഡെയ്സി മോക്ക് എന്ത് പറ്റിയടാ? വാസു, അമ്മയെ പിരിഞ്ഞിരിക്കുന്ന കുഞ്ഞില്ലേന്നും പറഞ്ഞ് എന്റെ മോളെ കനകം കൊണ്ടു നടന്നപ്പോ സ്നേഹം കൊണ്ടടന്ന് ഞാൻ കരുതി. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച മോളെ അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോ ഇവിടെ വന്നില്ലല്ലോ. മോള് ഹോസ്റ്റലിൽ കാണും. ഹോസ്റ്റലിൽ നിന്നാ ഞാൻ വരുന്നത്, അവിടെ ഇല്ല. KRZ 9889 ഈ വണ്ടിയിൽ കയറി പോകുന്ന കണ്ടെന്നാ ഹോസ്റ്റലിലെ വാച്ച്മാൻ പറഞ്ഞത്. ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഇന്നലെ ഞാനിങ്ങോട്ട് പോന്നു. ഇപ്പോ ഞാൻ അവളുടെ വീട് കയറി ആക്രമിച്ചെന്നും പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നെ അറിയിച്ചില്ല? എല്ലാം നശിച്ചില്ലേ, പിന്നെ ഇനി പപ്പ, ഈ നിലയിൽ പപ്പയെ വിട്ട് പോണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ നിന്നത്. ഇപ്പോ സഹായത്തിന് ആളെത്തിയല്ലോ, ഇനി ഞാൻ പോകുന്നു. മോളെ, നീ എങ്ങോട്ട്? ഇവിടെ അടിച്ചിറക്കി വിട്ടില്ലേ?
ആ എന്റെ മമ്മിയുടെ അടുത്തേക്ക്. ഡെയ്സി നില്ല്. എന്തിന്? ഇനിയും നിങ്ങളുടെ ബിസിനസ് പാർട്ണർമാരെ കൊണ്ട് എന്റെ ഈ ശരീരം കടിച്ചു കയറിക്കാനോ? മോളെ, എന്നെ സ്നേഹിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രാധാകൃഷ്ണനെ ഓർമ്മയില്ലേ? പപ്പയുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വാസ്കോയുടെ സ്റ്റേറ്റസ് ഉയർത്താൻ ചവിട്ടിക്കൊന്നില്ലേ? എന്നിട്ട് എന്ത് നേടി? പണം വാരി കൂട്ടിയിട്ടും കുടുംബത്തിന്റെ അന്തസ് ഉയർന്നോ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനൊത്തോ? എനിക്കും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? മോളെ, ഞാൻ പറയുന്നത് എന്നെ തടയരുത്. എടീ, കലകം കലകം. നിനക്ക് എന്നാ വേണം? வாங்க வாசு முதலாளி, உங்களைத்தான் எதிர்பார்த்துட்டு இருந்தேன். ഇൻസ്പെക്ടർ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവന്റെ കൂട്ടുകാരൻ ചാക്കോയെ പോലെ ഇവനും എന്നെ ആക്രമിക്കാനാണ് വന്നത്. സാർ, ചാക്കോയുടെ മകളെ ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്തവനാണ് ഇവൻ. പെൺകുട്ടികളെ വഴിതെറ്റിച്ച് കച്ചവടം നടത്തുന്ന വേശ്യാലയമാണ് ഈ വീട്. അതിന്റെ നടത്തിപ്പുകാരിയാണ് ഇവള്. നിർത്തയ്യ, ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു സാർ. Shut your mouth, bloody rascal. Come on. അതിനു മുമ്പ് താൻ ചെയ്ത കാര്യം കൂടെ പറഞ്ഞു കൊടുക്കടോ. എന്റെ ഭർത്താവ് ശ്രീകണ്ഠ മുതലാളിയെ നീയല്ലേ കൊന്നത്? ഒരു പെണ്ണായി എനിക്ക് അന്നൊന്നും ചെയ്യാനൊത്തില്ല. ഇന്ന് ദൈവമായിട്ട് നിങ്ങളെ രണ്ടിനെയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. വാസു മുതലാളിയും ചാക്കോയും കെട്ടിപ്പൊക്കിയ വാസ്കോ തല്ലി തകർക്കാൻ. നീയല്ല, നിന്റെ തള്ളയും അപ്പനപ്പന്മാരും വിചാരിച്ചാലും എന്റെ വാസ്കോയുടെ രോമം പോലും പിഴുതെടുക്കാൻ കഴിയില്ല. ആദ്യം ഇവളെ പഠിക്കണം സാർ. ശ്രീകണ്ഠ മുതലാളിയെ കൊല്ലിച്ചതും ആ കുടുംബം നശിപ്പിച്ചത് ഇവളാണ് സാർ. ഇവളുടെ തൊലിവെളുപ്പ് കാട്ടി എന്നെ മയക്കെടുക്കാൻ കഴിയാഞ്ഞതുള്ള പകയാണ് ഈ തേവിടിച്ചിരിക്കും. ഇൻസ്പെക്ടർ, Yes, madam.